ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കുകയാണ്. ഇന്നിപ്പോ അടിയന്തരപരമായിട്ട് അവർ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണ്ണ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവന്നപ്പോൾ അത് ക്രോഡീകരിച്ചിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവ് ഇത് പുറത്തു വന്നിട്ട് പറഞ്ഞത് ഈ സ്വർണം കട്ടവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് പുറത്തിങ്ങനെ പറയുമെങ്കിലും അവരിങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാമെന്നാണ്. അത്ര പറഞ്ഞാൽ മതി. ഇപ്പം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്ന് അവസാന നിമിഷം ഒന്ന് ആരെങ്കിലും ക്ഷണിച്ചാൽ ഞങ്ങൾ കൂടി പങ്കെടുക്കാം എന്ന കാര്യം. ഒരു ചോദ്യം ചോദിച്ചില്ല. ഒരു ചോദ്യവും പ്രസക്തമായിട്ട് ഉന്നയിക്കാതെ തന്നെ പറയുന്നത് നിങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണെന്നാണ്. ഒരു പ്രമുഖ നേതാവ് തന്നെ മന്ത്രിയോട് തന്നെ സംസാരിച്ചു. പിന്നെ വെറുതെ ഈ മൂന്നെണ്ണം പറയാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു ഭൂരിപക്ഷ പീഡനവും ഇല്ല, ന്യൂനപക്ഷ വിവേചനവും ഇല്ല. ഇതിലൊറ്റ കാര്യമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് ലോക അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൈകാര്യം ചെയ്യട്ടെ, അത്രയേ അതിനെ കണ്ടാൽ മതി. അത് ഇപ്പം പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ വേണം പറയാം. മന്ത്രിയോട് പറഞ്ഞ ആൾ മന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. അതെ, നിങ്ങളോട് അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. പറഞ്ഞു അറിയില്ല എങ്ങനെയാണ്. അവൾ ക്ഷണിക്കാൻ പോയല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ പോയല്ലോ, സമയം ചോദിച്ചിട്ട്. പക്ഷെ അയാൾ പുറത്തു വന്നില്ല. എവിടെ ക്ഷണിക്കാനായി? കഴിഞ്ഞില്ല, സമയം കഴിഞ്ഞില്ല. നാളെയല്ലേ പരിപാടി. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എഴുതാം.